കിഴക്കേ ചാത്തല്ലൂരിലെ കാവിലട്ടിയിലാണ് പുതുതായി ക്രഷർ യൂണിറ്റ് തുടങ്ങുന്നത്. ഇതിനായി 40 വർഷമായി ഇവിടെ താമസിക്കുന്ന ആദിവാസി കുടുംബങ്ങളെ കുടിയൊഴിപ്പിക്കാനുള്ള നീക്കമാണ് ഇപ്പോൾ നടക്കുന്നത്. ഇത് ഞങ്ങളെ സ്ഥലമാണ്. പിന്നെ വലിയച്ഛന് 78 പതിച്ച് കിട്ടിയ സ്ഥലമാണ്. അപ്പോൾ അവർ വന്ന് ഇത് റബ്ബർ മുറിക്കണ കണ്ടപ്പോൾ ഞങ്ങൾ തടഞ്ഞ് ഞങ്ങളെ ഭാര്യയും കുട്ടികളെയും അമ്മമാരൊക്കെ തല്ലി ചതച്ചാകെ ഇപ്പോൾ ആസ്പത്രിയിൽ ഇവർ ഈ സ്ഥലം ഞങ്ങളെ കയ്യിൽ നിന്ന് എടുത്തിട്ട് കൂറി തുടങ്ങാനുള്ള പ്ലാനാണ്. നിലവിൽ നിരവധി ക്രഷർ യൂണിറ്റുകളാണ് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നത്. ഇവയിൽ മിക്കവയും സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കുന്നില്ല. പൊടിപടലങ്ങൾ പടരുന്നത് തടയാൻ ഒരു സംവിധാനങ്ങളും ഇവിടെ ഒരുക്കിയിട്ടില്ല. ഇതുമൂലം കടുത്ത ആരോഗ്യ പ്രശ്നങ്ങളാണ് പ്രദേശവാസികൾ അനുഭവിക്കുന്നത്. അതിനിടെയാണ് റവന്യൂ ഭൂമി കയ്യേറിയും ആദിവാസികളെ കുടിയിറക്കിയും വീണ്ടും ക്രഷർ യൂണിറ്റ് തുടങ്ങാൻ സ്വകാര്യ വ്യക്തിക്ക് അധികൃതർ തന്നെ ഒത്താശ ചെയ്യുന്നത്. ഇതിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് പ്രദേശത്ത് ഉയർന്നു വന്നിരിക്കുന്നത്. നൊട്ടി എന്ന പാവപ്പെട്ട ആദിവാസി സ്ത്രീക്ക് അനുകൂലമായിട്ട് ഒരു കോടതി വിധി 222/2019 കേസിൽ ഈ കോറി മാഫിയക്ക് അതിൽ പ്രവേശിക്കാൻ പാടില്ല, ഈ തർക്കഭൂമിയിൽ പ്രവേശിക്കാൻ പാടില്ല എന്നുള്ളൊരു കോടതി വിധിയും അവർക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പോലീസ് ഇതൊന്നും പരിഗണിച്ചിട്ടില്ല. ഒരു പ്രദേശത്തെ മുഴുവൻ രോഗാതുരമാക്കി 5 ക്വാറികളാണ് നിലവിൽ ഇവിടെ പ്രവർത്തിക്കുന്നത്. ഇതിനു പുറമെയാണ് 65ഓളം ആദിവാസി കുടുംബങ്ങളെ കുടിയൊഴിപ്പിച്ച വീണ്ടും ഒരു ക്വാറി തുടങ്ങാൻ അധികൃതർ അനുമതി നൽകിയിരിക്കുന്നത്. ക്യാമറമാൻ CR രജിത്തിനൊപ്പം ജലീൽ പടന്ന, മീഡിയ 1.